കുറച്ച് ആളുകൾ മാത്രം സമ്മതിക്കാൻ തയ്യാറുള്ള ഒരു അസ്വസ്ഥമായ സത്യമുണ്ട്. എന്നിട്ടും ഏത് കഴിവിനേക്കാളും തന്ത്രത്തെക്കാളും അത് യഥാർത്ഥ വളർച്ചയെയും ആന്തരിക ശക്തിയെയും നിർവചിക്കുന്നു. നിശബ്ദമായി വേദനിപ്പിക്കുന്ന സമയത്തും വിജയങ്ങൾ എണ്ണപ്പെടേണ്ടതല്ല. ആരും അവയെ പ്രശംസിക്കാത്തപ്പോഴും, ആരെങ്കിലും ശ്രദ്ധിക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹിക്കുമ്പോഴും, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കാനും, മറ്റുള്ളവർ പൊങ്ങച്ചം കാണിക്കുമ്പോൾ നിർമ്മിക്കാനും, മറ്റുള്ളവർ അംഗീകാരം തേടുമ്പോൾ മുന്നോട്ട് നീങ്ങാനും നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന നിമിഷത്തിലാണ് യഥാർത്ഥ പുരോഗതി ജനിക്കുന്നത്. അതിന് സാക്ഷികളെ ആവശ്യമില്ല. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പലരും പുരോഗതിയെ ദൃശ്യതയുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു. നിങ്ങളത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നിലവിലില്ല എന്ന് തോന്നുന്ന ഒരു കാലം. എന്നാൽ ഓരോ നേട്ടവും പ്രദർശിപ്പിക്കാനുള്ള ആ തുടർച്ചയായ ആവശ്യം ഉറപ്പിൽ നിന്ന് വരുന്നതല്ല. അത് വരുന്നത് സംശയത്തിൽ നിന്നാണ്. ഉള്ളിൽ മാത്രം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരു സാധൂകരണത്തിനായി പുറത്തന്വേഷിക്കുന്നതിൽ നിന്നാണ്. കാൾ യുങ് മനസ്സിലാക്കി, അഹങ്കാരം അംഗീകാരം തേടുന്നു, അതേസമയം ആത്മം സമന്വയത്തെ തേടുന്നു. തങ്ങൾ ആരാണെന്നറിയുന്നവർക്ക് അത് പ്രഖ്യാപിക്കേണ്ടതില്ല. അവരത് സ്ഥിരതയിലൂടെയും ഫലങ്ങളിലൂടെയും നിശബ്ദതയിലൂടെയും പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥ അച്ചടക്കം വിവേകപൂർണമാണ്. യഥാർത്ഥ ശ്രദ്ധ ഒരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല. ഏറ്റവും വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നത് അദൃശ്യമായ ദിനചര്യയിൽ, കരഘോഷത്തിൽ നിന്ന് വളരെ അകലെയാണ്. ആരും നിങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ചോദിക്കാത്ത ദിവസങ്ങളിൽ എന്നിട്ടും നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. അവിടെയാണ് സ്വഭാവം രൂപപ്പെടുന്നത്. വിജയികളായി തോന്നാൻ ആഗ്രഹിക്കുന്നവർക്കും യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർക്കുമിടയിലുള്ള വ്യത്യാസം അവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പലരും ദുർബലരാകുന്നത് കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് അവർ തയ്യാറാകുന്നതിനു മുമ്പേ തിരിച്ചറിയപ്പെടേണ്ടതിന്റെ അടിയന്തരത കൊണ്ടാണ്. അവർ വളരെ നേരത്തെ ആഘോഷിക്കുന്നു, വളരെ നേരത്തെ സംസാരിക്കുന്നു, വളരെ നേരത്തെ സ്വയം തുറന്നുകാട്ടുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ഊർജ്ജവും ശ്രദ്ധയും ദിശയും നഷ്ടപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ ഓരോ തവണ ഒരു വിജയം പറയുമ്പോഴും പ്രചോദനത്തിന്റെ ഒരു ഭാഗം അലിഞ്ഞുപോകുന്നു. മനസ്സ് അംഗീകാരത്തെ പൂർത്തീകരണവുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു, പ്രേരണ ക്ഷയിക്കുന്നു. ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു, പങ്കുവയ്ക്കൽ നല്ലതാണെന്ന്. നമ്മൾ ചെയ്യുന്നത് കാണിക്കുന്നത് ആത്മവിശ്വാസമാണെന്ന്. പൊങ്ങച്ചം കാണിക്കാത്തവർ അരക്ഷിതരാണെന്ന്. എന്നാൽ ജീവിതം വിപരീതമാണ് പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഉറച്ചത് പണിയുന്നവർ നിശബ്ദതയിൽ പ്രവർത്തിക്കാൻ പഠിക്കുന്നു, ഫലങ്ങൾ സംസാരിക്കാൻ അനുവദിക്കാൻ. മറ്റുള്ളവർ അത് സാധൂകരിക്കുന്നതിനെ ആശ്രയിക്കാതിരിക്കുമ്പോൾ യഥാർത്ഥ സമൃദ്ധി എത്തുന്നുവെന്ന് മനസ്സിലാക്കാൻ. കാൾ യൂങ് പറയും, അഹങ്കാരം മാറി നിൽക്കുകയും ആത്മം നയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന നിമിഷമാണിത്. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിജയങ്ങൾ നിശബ്ദതയിൽ കെട്ടിപ്പടുത്തുന്നു എന്ന ഈ വാചകം പൂർണ്ണ ബോധ്യത്തോടെ കമന്റ് ചെയ്യുക. ഒരു ഐഡന്റിറ്റി പ്രഖ്യാപിക്കുന്നത് അത് നിലനിർത്തുന്നതിനുള്ള ആദ്യ പടിയായതിനാൽ അതെഴുതുക. ഈ സന്ദേശം നിങ്ങളെ ഉപരിപ്ലവമായി പ്രചോദിപ്പിക്കുന്നതിനുള്ളതല്ല. നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുന്നത് നിങ്ങളെ എന്തുകൊണ്ട് ശക്തരാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ആന്തരികമായി പുനഃക്രമീകരിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രഖ്യാപിക്കാതെ നിർവഹിക്കുന്നത് നിങ്ങളെ എന്തുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും കൂടുതൽ നിലനിൽക്കുന്നവരും കൂടുതൽ സ്വതന്ത്രരുമാക്കുന്നു. ഇവിടെ നിങ്ങൾ തന്ത്രപരമായ നിശബ്ദത എങ്ങനെ നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുന്നുവെന്നും നിങ്ങളുടെ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും ശബ്ദത്തിന് ഒരിക്കലും നിലനിർത്താൻ കഴിയാത്ത അവസരങ്ങളെ ആകർഷിക്കുന്നുവെന്നും കണ്ടെത്തും. ഇതൊരു സുഖകരമായ പ്രതിഫലനമല്ലാത്തതിനാൽ സ്വയം തയ്യാറാകൂ. വേഗത്തിലുള്ള കരഘോഷത്തെ പിന്തുടരുന്നത് നിർത്താനും ശാശ്വതമായ ഫലങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങാനുമുള്ള ഒരു പക്വതയിലേക്കുള്ള വിളിയാണിത്. വിജയങ്ങൾ എണ്ണപ്പെടുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധയ്ക്കായി മത്സരിക്കുന്നത് നിർത്തുകയും സ്വയം മത്സരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധ വീണ്ടെടുക്കുന്നു, നിങ്ങൾ ശാന്തത വീണ്ടെടുക്കുന്നു, നിങ്ങൾ അന്തസ്സു വീണ്ടെടുക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർക്ക് അത് പറയേണ്ടതില്ല. അവർ നടക്കുന്ന രീതിയിലും തീരുമാനിക്കുന്ന രീതിയിലും ജീവിക്കുന്ന രീതിയിലും അത് പ്രകടമാണ്. മുന്നേറുന്നതും മുന്നേറുന്നതായി തോന്നുന്നതും തമ്മിൽ, നിർമ്മിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും തമ്മിൽ, യഥാർത്ഥത്തിൽ വിജയിക്കുന്നതും മറ്റുള്ളവരിൽ നിന്ന് സ്ഥിരീകരണം തേടുന്നതും തമ്മിൽ അഗാധമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പലരുടെയും വിധി നിർണ്ണയിക്കുന്നു, അവരത് ശ്രദ്ധിക്കാതെ തന്നെ. കാരണം ചിലർ ഓരോ ചെറിയ നേട്ടവും എണ്ണുന്നതിൽ മുഴുകിയിരിക്കുമ്പോൾ മറ്റുള്ളവർ വിശദീകരണം ആവശ്യമില്ലാത്ത എന്തെങ്കിലും കെട്ടിപ്പടുക്കുന്നതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യഥാർത്ഥ വിജയങ്ങൾ ഒരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല. അവ അനുഭവപ്പെടുന്നു, അവ നിലനിൽക്കുന്നു, അവ നിശബ്ദതയിൽ ശേഖരിക്കുന്നു. ആഘോഷിക്കുക എന്നതല്ല പ്രശ്നം, ആഘോഷത്തെ ആശ്രയിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ ഓരോ ചുവടും ഓരോ മുന്നേറ്റവും ഓരോ പരിശ്രമവും എണ്ണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഊർജം ബാഹ്യപ്രതികരണത്തിന് കൈമാറുന്നു. നിങ്ങൾ അംഗീകാരത്തിനായി കാത്തിരിക്കുന്നു. നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് സ്ഥിരീകരിക്കാൻ ആരെങ്കിലും കാത്തിരിക്കുന്നു. ആ നിമിഷത്തിൽ അതങ്ങനെ തോന്നുന്നില്ലെങ്കിലും നിങ്ങളെ ആരംഭിക്കാൻ പ്രേരിപ്പിച്ച ആന്തരിക പ്രേരണയുടെ ശക്തി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു.
ശ്രദ്ധ പ്രക്രിയയിൽ നിന്ന് കരഘോഷത്തിലേക്ക് മാറുന്നു. ശാശ്വതമായ വിജയം കെട്ടിപ്പടുക്കുന്നത് ആരും നിരീക്ഷിക്കാത്തപ്പോഴാണ്. ഒരിക്കലും പോസ്റ്റ് ചെയ്യപ്പെടാത്ത ദൈനംദിന അച്ചടക്കത്തിൽ, ലൈക്കുകൾ ലഭിക്കാത്ത ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളിൽ, ഉടനടി പ്രശംസ ജനിപ്പിക്കാത്ത ത്യാഗങ്ങളിൽ. അവിടെയാണ് സ്വഭാവം രൂപപ്പെടുന്നത്. കാണപ്പെടേണ്ടവരും തങ്ങൾ ആരാണെന്ന് അറിയുന്നവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം തങ്ങൾ ആരാണെന്നറിയുന്നവർക്ക് അത് തെളിയിക്കാൻ തിടുക്കമില്ല. ലളിതമായ ഒരു കാരണത്താൽ പലരും അവരുടെ പുരോഗതിയെ തന്നെ തകർക്കുന്നു. അവർ വളരെ നേരത്തെ സംസാരിക്കുന്നു. അവർ ഇതുവരെ പാകമാകാത്ത പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അവർ ഇതുവരെ ഏകീകരിക്കപ്പെടാത്ത വിജയങ്ങൾ പങ്കിടുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ തങ്ങളുടെ ഊർജ്ജത്തെ ചിതറിക്കുന്നു. അത് പൂർത്തിയാകുന്നതിനു മുമ്പേ നേട്ടത്തിന്റെ സംവേദനം മനസ്സിന് ലഭിക്കുന്നു. തുടരാനുള്ള അടിയന്തരത അലിഞ്ഞുപോകുന്നു. നഷ്ടപ്പെടുന്നത് പ്രചോദനമല്ല, സൃഷ്ടികരമായ പിരിമുറുക്കമാണ്. നിങ്ങൾ ആരംഭിച്ചത് പൂർത്തിയാക്കാൻ നിങ്ങളെ തള്ളിവിടുന്ന ആന്തരിക സമ്മർദ്ദം. വിവേകപൂർണമായ സമർപ്പണം ലജ്ജയോ ഭയമോ അല്ല, അത് ബുദ്ധിയാണ്. ശബ്ദം അനാവശ്യ ശ്രദ്ധയും പ്രസക്തമല്ലാത്ത അഭിപ്രായങ്ങളും നിങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടാത്ത ബാഹ്യപ്രതീക്ഷകളും ആകർഷിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതാണ്. ഓരോ അധിക വാക്കും ഊർജ്ജത്തിന്റെ ഒരു ചോർച്ചയാണെന്നറിയുന്നതാണ്. ഓരോ അനാവശ്യ വിശദീകരണവും നിങ്ങളുടെ ശ്രദ്ധയെ ദുർബലപ്പെടുത്തുന്നു. യഥാർത്ഥ വ്യക്തിത്വത്തിന് നിശബ്ദതയും ക്ഷമയും ആന്തരിക പ്രവർത്തനവും ആവശ്യമാണെന്ന് കാൾ യുങ് പഠിപ്പിച്ചു. നിങ്ങൾ ആരാകുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത് നിർത്തുകയും അതാകാൻ പ്രതിജ്ഞാബദ്ധരാകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശക്തി ഏകീകരിക്കുന്നു. വിജയങ്ങൾക്ക് സാക്ഷികളെ ആവശ്യമില്ല, അവയ്ക്ക് ആഴം ആവശ്യമാണ്. ഇത് മനസ്സിലാക്കുന്നവർ അംഗീകാരത്തെ പിന്തുടരുന്നില്ല, കാരണം അവർ സ്വയം തിരിച്ചറിയാൻ പഠിച്ചു. നിശബ്ദതയിൽ മുന്നോട്ട് നീങ്ങുന്നവർ അവരുടെ കാഴ്ചപ്പാടിനെ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇവിടെ ഒരു അസ്വസ്ഥമായ സത്യം പ്രത്യക്ഷപ്പെടുന്നു. പലരും യഥാർത്ഥത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ തങ്ങളെ വിജയിക്കുന്നത് കാണണമെന്നാഗ്രഹിക്കുന്നു. അത് പ്രകടമാണ്. പറയേണ്ടതിൻ്റെയും പ്രദർശിപ്പിക്കേണ്ടതിൻ്റെയും ന്യായീകരിക്കേണ്ടതിൻ്റെയും ആവശ്യകതയിൽ അത് പ്രകടമാണ്. തയ്യാറാകുന്നതിനു മുമ്പേ തിരിച്ചറിയപ്പെടാനുള്ള ഉത്കണ്ഠയിൽ അത് പ്രകടമാണ്. എന്നാൽ ജീവിതം തങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി സംസാരിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നില്ല. ആരും അവരെ അഭിനന്ദിക്കാത്തപ്പോഴും എല്ലാ ദിവസവും എത്തുകയും നിർവഹിക്കുകയും ചെയ്യുന്നവർക്കാണ് അത് പ്രതിഫലം നൽകുന്നത്. നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുമ്പോൾ ശക്തമായ എന്തോ സംഭവിക്കുന്നു. നിങ്ങളുടെ ഊർജ്ജം കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യക്തമാകുന്നു. നിങ്ങളുടെ പ്രതിബദ്ധത ആഴമാകുന്നു. ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി പ്രവർത്തിക്കുന്നില്ല, നിങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ആ വ്യത്യാസം എല്ലാം മാറ്റുന്നു. കാരണം നിശബ്ദമായ പുരോഗതി കൂടുതൽ ഉറച്ചത് മാത്രമല്ല, അത് കൂടുതൽ അപകടകരവുമാണ്. അത് വരുന്നത് ആരും കാണുന്നില്ല, ആരും അതിനെ തകർക്കുന്നില്ല, ആരും അതിനെ മലിനമാക്കുന്നില്ല. ഈ സന്ദേശം ഒളിക്കുന്നതിനെക്കുറിച്ചല്ല, അത് സ്വയം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. തന്ത്രപരമായ നിശബ്ദത നിങ്ങളിൽ നിന്ന് മൂല്യം കുറയ്ക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. അത് നിങ്ങൾക്കത് തിരികെ നൽകുന്നു. സംസാരിക്കാത്ത വിജയങ്ങൾ ഒരു ആന്തരിക ശക്തിയായി ശേഖരിക്കുന്നു. അത് നേരത്തെയോ വൈകിയോ ദൃശ്യമാകും. നിങ്ങളത് പ്രഖ്യാപിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അതിനിനി മറഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇവിടെയാണ് യഥാർത്ഥ പാത ആരംഭിക്കുന്നത്. വേഗത്തിലുള്ള കരഘോഷത്തിൻ്റേതല്ല, യഥാർത്ഥ നിർമ്മാണത്തിൻ്റേതാണ്. കാരണം പറയാതെ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആശ്രയിക്കാതെ വിജയിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു. അത് കുറച്ച് ആളുകൾ മാത്രം എത്തിച്ചേരുന്ന, എന്നാൽ എല്ലാം മാറ്റിമറിക്കുന്ന വിജയത്തിന്റെ ആദ്യ തലമാണ്. പലരും തങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് ബോധപൂർവമായ അഭിമാനം കൊണ്ടല്ല സംസാരിക്കുന്നത്. നിശബ്ദമായ അരക്ഷിതാവസ്ഥ കൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയല്ല അവരത് ചെയ്യുന്നത്. ഉള്ളിൽ ഇതുവരെ ഏകീകരിക്കാത്തത് പുറത്ത് കേൾക്കാൻ, സ്ഥിരീകരിക്കപ്പെടാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. ഇതൊരു സൂക്ഷ്മമായ പോയിന്റാണ്. കാരണം അഹങ്കാരം സാധാരണയായി അഹങ്കാരമായി സ്വയം അവതരിപ്പിക്കുന്നില്ല. മിക്കപ്പോഴും അത് ഉത്സാഹമായും പങ്കുവയ്ക്കാനുള്ള ആഗ്രഹമായും മനസ്സിലാക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയായും പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഒരു നിമിഷം നിർത്തി സത്യസന്ധമായി സ്വയം നിരീക്ഷിക്കുക. നിങ്ങൾ പങ്കുവയ്ക്കുന്നതിനോട് ആരും പ്രതികരിക്കാത്തപ്പോൾ നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? സന്ദേശങ്ങളോ പ്രശംസകളോ ചോദ്യങ്ങളോ എത്താത്തപ്പോൾ? പ്രചോദനം കുറയുന്നുവെങ്കിൽ, നിരാശയോ സംശയമോ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ പങ്കുവയ്ക്കുകയല്ല, വൈകാരിക പിന്തുണ തേടുകയാണ്. ആ പിന്തുണ പുറത്തുനിന്ന് വരുമ്പോൾ പുരോഗതി ദുർബലമാകുന്നു. ഇക്കാര്യത്തിൽ മനസ്സ് വ്യക്തമാണ്. ഓരോ തവണ നിങ്ങളൊരു ലക്ഷ്യത്തെക്കുറിച്ചോ നേരത്തെയുള്ള ഒരു വിജയത്തെക്കുറിച്ചോ സംസാരിക്കുകയും അംഗീകാരം നേടുകയും ചെയ്യുമ്പോൾ പ്രതിഫലത്തിന്റെ ഒരു പ്രതീക്ഷ വിട്ടുകൊടുക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതിലും കൂടുതൽ മുന്നേറിയതായി നിങ്ങളുടെ മനസ്സ് വ്യാഖ്യാനിക്കുന്നു. ആ ചെറിയ ആന്തരിക വഞ്ചന നിർവഹണം തുടരാനുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നു. നിങ്ങൾ ദുർബലനായതുകൊണ്ടല്ല,
നിങ്ങളുടെ സിസ്റ്റത്തിന് റേസ് പൂർത്തിയാക്കുന്നതിനു മുമ്പേ പ്രതിഫലത്തിന്റെ ഒരു ഭാഗം ലഭിച്ചതുകൊണ്ടാണ്. ഇവിടെ ഒരു അപകടകരമായ പാറ്റേൺ ജനിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ സാധൂകരിക്കപ്പെടുന്നു, നിങ്ങൾ വിശ്രമിക്കുന്നു, നിങ്ങൾ വീണ്ടും സംസാരിക്കുന്നു, പ്രതികരണങ്ങൾ തിരികെ വരുന്നു, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജാഗ്രത കുറയ്ക്കുന്നു. അതേസമയം യഥാർത്ഥ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു. പുരോഗതി ഇടയ്ക്കിടെയുള്ളതായി മാറുന്നു. നിങ്ങളത് തിരിച്ചറിയാതെ തന്നെ ഉദ്ദേശങ്ങൾ നന്നായി ആശയവിനിമയം നടത്തുകയും എന്നാൽ പകുതിക്ക് വെച്ച് നിർവഹിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുന്നു. നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതും തമ്മിലുള്ള വിടവ് വളരാൻ തുടങ്ങുന്നു. നിങ്ങളോട് തന്നെ ഒരു അസ്വസ്ഥമായ ചോദ്യം ചോദിക്കുക, പൂർണ്ണ സത്യസന്ധതയോടെ ഉത്തരം പറയുക. യഥാർത്ഥത്തിൽ ഏകീകരിക്കപ്പെടുന്നതുവരെ നിശബ്ദതയിൽ പ്രവർത്തിക്കുന്നത് തുടരുന്നതിന് പകരം അംഗീകാരം തോന്നുന്നതിനായി നിങ്ങൾ ഏതു വിജയത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? സ്വയം വെളിപ്പെടുത്താനല്ല, വ്യക്തമായി കാണാനായി ഇത് എഴുതുക. കാരണം ദിശ തിരുത്തുന്നതിനുള്ള ആദ്യപടിയാണ് അവബോധം. ബാഹ്യസാധൂകരണത്തെ ആശ്രയിക്കുന്നവർ അവരുടെ ചുറ്റുപാടുകളുടെ അടിമകളായി മാറുന്നു. അവർ തങ്ങളുടെ താളം മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുന്നു. പ്രശംസിക്കപ്പെടുമ്പോൾ വേഗത കൂട്ടുന്നു, അവഗണിക്കപ്പെടുമ്പോൾ മന്ദീഭവിക്കുന്നു. അവരുടെ ഊർജ്ജം സ്ഥിരതയുള്ളതായി നിൽക്കുന്നില്ല. എന്നാൽ നിശബ്ദതയിൽ പ്രവർത്തിക്കുന്നവർ പ്രചോദനത്തിന്റെ ഒരു ആന്തരിക ഉറവിടം കെട്ടിപ്പിടിക്കുന്നു. കരഘോഷമുണ്ടായാലും ഇല്ലെങ്കിലും അവർ മുന്നോട്ടു നീങ്ങുന്നു. അതവരെ സ്ഥിരതയുള്ളവരും പ്രവചനാതീതരും മധ്യമതിക്ക് അപകടകരവുമാക്കുന്നു. ഇത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനോ നിങ്ങളുടെ ജീവിതം മറയ്ക്കുന്നതിനോ ഉള്ളതല്ല, ശരിയായ നിമിഷം മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണിത്. വളരാൻ നിശബ്ദത ആവശ്യമുള്ള ചില പ്രക്രിയകളുണ്ട്. വളരെ നേരത്തെ തുറന്നുകാട്ടപ്പെട്ടാൽ വാടിപ്പോകുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ഒരു വിത്ത് വളർന്നോ എന്നറിയാൻ ദിവസവും കുഴിച്ചെടുക്കുന്നില്ല. അതിന് വെള്ളം നൽകുകയും സംരക്ഷിക്കുകയും തനിച്ചാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് പങ്കുവയ്ക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിയന്ത്രണം വീണ്ടെടുക്കുന്നു. നിങ്ങൾ ഉത്കണ്ഠ കൊണ്ട് പങ്കുവയ്ക്കുന്നില്ല, നിങ്ങൾ തിരഞ്ഞെടുപ്പ് കൊണ്ട് പങ്കുവയ്ക്കുന്നു. നിങ്ങൾ ഉയർത്തിപ്പിടിക്കപ്പെടാൻ തേടുന്നില്ല, നിങ്ങൾ സ്വയം ഉയർത്തിപ്പിടിക്കുന്നു. ആ വ്യത്യാസം ആദ്യം അദൃശ്യമാണെങ്കിലും വിജയവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ പുനർനിർവചിക്കുന്നു. കാരണം യഥാർത്ഥ പുരോഗതിക്ക് സ്ഥിരമായ പ്രേക്ഷകരെ ആവശ്യമില്ല, അതിന് പ്രതിബദ്ധത ആവശ്യമാണ്. നിങ്ങളുടെ വിജയങ്ങൾ സൂക്ഷിക്കാനും അവ പാകമാകാൻ അനുവദിക്കാനും അവ തയ്യാറാകുമ്പോൾ സ്വയം സംസാരിക്കാൻ അനുവദിക്കാനും നിങ്ങൾ പഠിക്കുമ്പോൾ ആ പ്രതിബദ്ധത ശക്തിപ്പെടുന്നു. നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്താൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ വാക്കുകൾ ലാഭിക്കുക മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധ വീണ്ടെടുക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെന്തോ ക്രമപ്പെടുന്നു. മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ മനസ്സ് ചിതറിപ്പോകുന്നത് നിർത്തുകയും അതിന്റെ പ്രധാന പ്രവർത്തനത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. നിർവഹിക്കാൻ. നിശബ്ദത അഭാവമല്ല, അത് ദിശയാണ്. അഭിപ്രായങ്ങൾ, പ്രതീക്ഷകൾ, ബാഹ്യവിധികൾ എന്നിവയ്ക്കിടയിൽ വിഭജിക്കാതെ നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ്. ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ പ്രക്രിയ വിശദീകരിക്കുമ്പോഴും നിങ്ങൾ അതിനെ ഛിന്നഭിന്നമാക്കുന്നു. ഇപ്പോഴും നിർമ്മാണത്തിലുള്ള എന്തോ ഒന്ന് വിവർത്തനം ചെയ്യാൻ, ഇതുവരെ ഫലങ്ങൾ കാണിക്കാത്ത തീരുമാനങ്ങളെ ന്യായീകരിക്കാൻ, നിങ്ങളോടൊപ്പം നടക്കാത്തതിനാൽ മറ്റുള്ളവർ മനസ്സിലാക്കാത്ത പാതകളെ പ്രതിരോധിക്കാൻ നിങ്ങൾ സ്വയം നിർബന്ധിക്കുന്നു. ആ ശ്രമത്തിൽ വ്യക്തത നഷ്ടപ്പെടുന്നു. തന്ത്രപരമായ നിശബ്ദത ആ ഭാരത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു. അനുമതി ചോദിക്കാതെയും നിങ്ങളുടേതല്ലാത്ത സംശയങ്ങൾ വഹിക്കാതെയും മുന്നോട്ടു നീങ്ങാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. മഹത്തായ കാര്യങ്ങൾ നേടുന്നവർ അനിവാര്യമായും ഏറ്റവും മിടുക്കരല്ല, അവരാണ് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ. കാൾ യുങ് പഠിപ്പിച്ചതുപോലെ അവർ തങ്ങളുടെ ആന്തരിക പ്രതിച്ഛായയെ ദുർബലവും വിലപ്പെട്ടതുമായി സംരക്ഷിക്കുന്നു. എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവരും അറിയേണ്ടതില്ലെന്നും എല്ലാ അഭിപ്രായങ്ങളും സംഭാവന ചെയ്യുന്നില്ലെന്നും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അർഹിക്കുന്നില്ലെന്നും അവർ മനസ്സിലാക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് അഹങ്കാരമല്ല, പ്രകടനത്തിൽ പ്രയോഗിക്കുന്ന വൈകാരിക ബുദ്ധിയാണ്. നിങ്ങൾ നിശബ്ദതയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ നിർവഹണം ആഴമേറിയതാകുന്നു. സാധൂകരണം തേടി നിങ്ങൾ ആശയത്തിൽ നിന്ന് ആശയത്തിലേക്ക് ചാടുന്നില്ല. ആരെങ്കിലും വിയോജിക്കുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ ദിശ ക്രമീകരിക്കുന്നില്ല. നിങ്ങൾ ഒരു പദ്ധതി പിന്തുടരുന്നു. നിങ്ങൾ സ്വകാര്യമായി തിരുത്തുന്നു. നിങ്ങൾ സ്വയം തുറന്നു കാട്ടാതെ പഠിക്കുന്നു. നിങ്ങൾ സ്വയം ന്യായീകരിക്കാതെ പരാജയപ്പെടുന്നു. നിങ്ങളും നിങ്ങളുടെ ജോലിയും തമ്മിലുള്ള ആ അടുപ്പമുള്ള ഇടമാണ് യഥാർത്ഥ പുരോഗതി സംഭവിക്കുന്നത്. പ്രഖ്യാപിക്കാതെ ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ഊർജ്ജമുണ്ട്. ബാഹ്യപ്രതികരണത്തെ ആശ്രയിക്കാത്ത ആന്തരിക ശക്തിയുടെ ഒരു ബോധം. അതെങ്ങനെ കാണപ്പെടുന്നു എന്നതിനല്ല, അതെന്താണെന്നതിന് നിങ്ങൾ പ്രക്രിയ ആസ്വദിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ കുറച്ച് പ്രതിപ്രവർത്തനവും കൂടുതൽ കൃത്യവും കുറച്ച് ഉത്കണ്ഠയും കൂടുതൽ സ്ഥിരതയുമുള്ളവരാകുന്നു. കാലക്രമേണ ശേഖരിക്കപ്പെടുന്ന ആ സ്ഥിരതയാണ് വിശദീകരണം ആവശ്യമില്ലാത്ത ഫലങ്ങളുണ്ടാക്കുന്നത്. നിശബ്ദത അവരെ അദൃശ്യരാക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ അതവരെ സജ്ജമാക്കുന്നു, അവരെ ശക്തിപ്പെടുത്തുന്നു, അവരെ അപ്രവചനീയരാക്കുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ നീക്കങ്ങൾ പ്രഖ്യാപിക്കാത്തപ്പോൾ ആരും ഇടപെടുന്നില്ല,
ആരും മത്സരിക്കുന്നില്ല, ആരും തകർക്കുന്നില്ല. പ്രതിരോധമില്ലാതെ നിങ്ങൾ മുന്നോട്ടു നീങ്ങുന്നു. ഫലം പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനൊരു ആമുഖവും ആവശ്യമില്ല. അത് സ്വയം അടിച്ചേൽപ്പിക്കുന്നു. നിശബ്ദത ബന്ധങ്ങളെയും ഫിൽട്ടർ ചെയ്യുന്നു. നിങ്ങൾ ജിജ്ഞാസുക്കളെ ആകർഷിക്കുന്നത് നിർത്തുകയും ബഹുമാനത്തെ ആകർഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സമീപിക്കുന്നവർ നിങ്ങൾ ചെയ്യുമെന്ന് പറയുന്നതുകൊണ്ടല്ല, നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ വ്യത്യാസം നിങ്ങളുടെ ചുറ്റുപാടിന്റെ ഗുണനിലവാരത്തെ മാറ്റുന്നു. കുറച്ച് ശബ്ദം, കുറച്ച് ശ്രദ്ധാശൈഥല്യം, കൂടുതൽ വ്യക്തത, കൂടുതൽ മാനസിക ഇടം, യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടതിനുള്ള ഇടം. നിശബ്ദതയിൽ പ്രവർത്തിക്കുക എന്നാൽ ഒളിക്കുക എന്നല്ല, അത് വെളിപ്പെടുത്താനുള്ള ശരിയായ നിമിഷം തിരഞ്ഞെടുക്കുക എന്നതാണ്. കാൾ യുങ് പഠിപ്പിച്ചതുപോലെ നടുന്നതിനും കൊയ്യുന്നതിനും ഒരു കാലമുണ്ടെന്നും രണ്ടും ആശയക്കുഴപ്പത്തിലാക്കുന്നത് രണ്ടിനെയും നശിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കുക എന്നതാണ്. ക്ഷമയുള്ള ആളുകൾ പാകമാകാത്ത ഫലങ്ങൾ കാണിക്കാൻ തിടുക്കം കാണിക്കുന്നില്ല. അവർ പ്രക്രിയയെ വിശ്വസിക്കുന്നു, കാരണം അവർ ഫലത്തോട് പ്രതിജ്ഞാബദ്ധരാണ്. നിങ്ങൾ ജീവിതത്തിലൂടെ നീങ്ങുന്ന ഈ രീതി സ്വീകരിക്കുമ്പോൾ എല്ലാം കൂടുതൽ നിലനിൽക്കുന്നതായി തോന്നാൻ തുടങ്ങുന്നു. നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ ഭാരം വഹിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. നിങ്ങൾ കുറച്ച് സംസാരിക്കുന്നു, എന്നാൽ കൂടുതൽ കൃത്യതയോടെ. കാരണം നിങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾക്കതറിയാം, നിങ്ങൾക്കത് തോന്നുന്നു, അതുമതി. യഥാർത്ഥ പുരോഗതി ഇങ്ങനെയാണ് കെട്ടിപ്പടുക്കുന്നത്: ശ്രദ്ധ, നിശബ്ദത, നിർവഹണം എന്നിവയിലൂടെ. മറ്റെല്ലാം ശബ്ദമാണ്. നിങ്ങളുടെ വിജയങ്ങൾ എണ്ണുന്നത് നിർത്തുമ്പോൾ ബാഹ്യമായ പ്രശംസയേക്കാൾ വളരെ വിലപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്നു: ആന്തരിക ബഹുമാനം. കാരണം വളരെ നേരത്തെ സംസാരിക്കാനുള്ള പ്രേരണയെ നിങ്ങൾ ചെറുക്കുന്ന ഓരോ തവണയും നിങ്ങൾ ആത്മനിയന്ത്രണം പ്രകടിപ്പിക്കുന്നു. എല്ലാ യഥാർത്ഥ ശക്തിയുടെയും അടിത്തറയാണ് ആത്മനിയന്ത്രണം. അത് ദൃശ്യമല്ല, അത് പരസ്യപ്പെടുത്തപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും അത് അനുഭവപ്പെടുന്നു. നാം പറയുന്നതുകൊണ്ടല്ല, മറിച്ച് നിശബ്ദതയിൽ നിലനിർത്താൻ നമുക്ക് കഴിയുന്നതുകൊണ്ടാണ് ഐഡന്റിറ്റി രൂപപ്പെടുന്നത് എന്ന് കാൾ യുങ് ഊന്നി പറഞ്ഞു. പ്രഖ്യാപിക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതും തമ്മിൽ മനസ്സ് സ്വയം വിഭജിക്കുന്നത് നിർത്തുന്നു. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കേണ്ടതില്ല, സ്വയം യോജിച്ചിരിക്കാൻ അത് മതിയാകും. ആ യോജിപ്പ് വൈകാരിക സ്ഥിരത സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ പാതയിൽ സമാധാനം തോന്നാൻ നിങ്ങളുടെ ചുറ്റുപാടിന്റെ മാനസികാവസ്ഥയെ ആശ്രയിക്കുന്നത് നിങ്ങൾ നിർത്തുന്നു. പലരും വൈകാരികമായി തുറന്നുകാട്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. എല്ലാ അഭിപ്രായവും അവരെ ചലിപ്പിക്കുന്നു. എല്ലാ പ്രതികരണവും അവരെ ബാധിക്കുന്നു. എല്ലാ ബാഹ്യനിശബ്ദതയും അവരെ അസ്വസ്ഥരാക്കുന്നു. എന്നാൽ നിങ്ങൾ വിവേകം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിയന്ത്രണം വീണ്ടെടുക്കുന്നു. ബാഹ്യസാധൂകരണത്തിനനുസരിച്ച് നിങ്ങളുടെ ആന്തരിക അവസ്ഥ ഇനി ഏറ്റക്കുറച്ചിലുകൾ നടത്തുന്നില്ല. നിങ്ങൾ കൂടുതൽ ഉറച്ചവരും കൂടുതൽ സ്ഥിരതയുള്ളവരും അസ്വസ്ഥമാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമായി തീരുന്നു. ശബ്ദായമാനമായ ഒരു ലോകത്ത് ആ സ്ഥിരത ശക്തമായ ഒരു നേട്ടമായി മാറുന്നു. നിശബ്ദത അഹങ്കാരത്തെയും ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ആരും പ്രശംസിച്ചില്ലെങ്കിൽ നിങ്ങൾ തുടരുമോ? ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ അച്ചടക്കം പാലിക്കുമോ? ഉത്തരം അതേ എന്നായിരിക്കുമ്പോൾ നിങ്ങളൊരു പ്രധാന പരിധി കടക്കുന്നു. കാരണം നിങ്ങളുടെ പ്രചോദനം ആധികാരികമായി തീരുന്നു. അത് കാണപ്പെടുന്നതിനെ ഇനി ആശ്രയിക്കുന്നില്ല. അത് നിങ്ങളുടെ പ്രക്രിയയോട് ആന്തരികമായി വിശ്വസ്തത പുലർത്തുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഉള്ളിലെന്തോ ആഴത്തിലുള്ളത് സംഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ സ്വയം കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ശരിയായ പാതയിലാണെന്നറിയാൻ നിങ്ങൾക്കിനി നിരന്തരമായ സ്ഥിരീകരണം ആവശ്യമില്ല. നിങ്ങളുടെ വിധികർത്തൃത്വം മൂർച്ച കൂടുന്നു. നിങ്ങളുടെ അന്തർജ്ഞാനം ശക്തിപ്പെടുന്നു. ആ ശാന്തമായ ആത്മവിശ്വാസം നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രതിഫലിക്കുന്നു. നിങ്ങൾ കുറച്ചു സംസാരിക്കുന്നു, എന്നാൽ കൂടുതൽ സ്വാധീനത്തോടെ. നിങ്ങൾ കൂടുതൽ ശാന്തതയോടെ തീരുമാനിക്കുന്നു. നിങ്ങൾ കുറച്ച് പ്രതികരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആരും നോക്കാത്തപ്പോൾ ശരിയായത് ചെയ്യുമ്പോൾ ആത്മാഭിമാനം വളരുന്നു. അത് പോസ്റ്റ് ചെയ്യാതെ പരിശീലനം തുടരുമ്പോൾ, ശ്രദ്ധിക്കപ്പെടാതെ പഠനം തുടരുമ്പോൾ, ആഘോഷിക്കപ്പെടാതെ മുന്നോട്ടു നീങ്ങുമ്പോൾ, ആ നിമിഷങ്ങളിലാണ് നിങ്ങൾ സ്വയം വിശ്വസനീയനായ ഒരാളായി മാറുന്നത്. സ്വയം വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒന്നും തെളിയിക്കേണ്ടതില്ല. ഫലങ്ങൾ നിങ്ങൾക്കായി സംസാരിക്കാൻ അനുവദിക്കുന്നത് സമയവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെയും പുനർരൂപകൽപ്പന ചെയ്യുന്നു. നിങ്ങൾ ഇനി തിടുക്കത്തിലല്ല. ഉറച്ചതിന് സമയമെടുക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. സത്യം പതുക്കെ പാകമാകുമെന്ന്. ഹ്രസ്വശ്രദ്ധാചക്രങ്ങളിലാണ് ശാശ്വതമായത് നിർമ്മിക്കപ്പെടാത്തത്. ഈ ക്ഷമ നിഷ്ക്രിയത്വമല്ല, അത് തന്ത്രമാണ്. നിർവഹണം തുടരുമ്പോൾ കാത്തിരിക്കേണ്ടതെങ്ങനെയെന്ന് അറിയുന്നതാണ്. ഫലങ്ങൾ ഒടുവിലെത്തുമ്പോൾ അവ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല. നിങ്ങൾ അവ പ്രഖ്യാപിച്ചതുകൊണ്ടല്ല, അവയ്ക്കായി പ്രവർത്തിച്ചതുകൊണ്ട് നിങ്ങൾ അവ പ്രതീക്ഷിച്ചിരുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. അവർ ഉറച്ചും വ്യക്തമായും നിഷേധിക്കാനാവാത്ത വിധവും നിൽക്കുന്നു.
ആ തരത്തിലുള്ള നേട്ടം ഉപരിപ്ലവമായ അസൂയ ഉണ്ടാക്കുന്നില്ല, അത് ആഴമായ ബഹുമാനം സൃഷ്ടിക്കുന്നു, നിശബ്ദമായും പ്രദർശനമില്ലാതെയും. നിങ്ങൾ സ്വയം ശക്തവും കൂടുതൽ കേന്ദ്രീകൃതവും കൂടുതൽ സ്വതന്ത്രവുമായ ഒരു പതിപ്പ് നിർമ്മിക്കുന്നു, സാധുവായി തോന്നാൻ മറ്റുള്ളവരുടെ നോട്ടത്തെ ആശ്രയിക്കാത്ത ഒരു പതിപ്പ്. ആ ആന്തരിക സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യൻ എത്തിച്ചേരാനാകുന്ന ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. അത് വളരെ അപൂർവമായി സംസാരിക്കപ്പെടുന്നുണ്ടെങ്കിലും വിജയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് തുടക്കം മാത്രമാണ്. ഈ ധാരണ ദൈനംദിന ജീവിതത്തിൽ പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. ചെറിയ വിശദാംശങ്ങളിൽ പോലും വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ കാരണം വളരെ നേരത്തെ തുറന്നുകാട്ടപ്പെടുന്നത് പ്രധാന നേട്ടങ്ങൾ മാത്രമല്ല, വളരാൻ ഏറ്റവും കൂടുതൽ നിശബ്ദത ആവശ്യമുള്ള പദ്ധതികളും ഉദ്ദേശ്യങ്ങളും ദുർബലമായ പ്രക്രിയകളും കൂടിയാണ്. നിങ്ങളുടെ പദ്ധതികൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നത് അഭിലാഷത്തിന്റെ കുറവല്ല, അത് സംരക്ഷണമാണ്. ഇതുവരെ നിലവിലില്ലാത്ത എന്തിനെക്കുറിച്ചും നിങ്ങൾ ഓരോ തവണ സംസാരിക്കുമ്പോഴും ഒന്നും കൂട്ടിച്ചേർക്കാത്ത അഭിപ്രായങ്ങൾക്കും താരതമ്യങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾ അതിനെ തുറന്നുകാട്ടുന്നു. എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നില്ല, എല്ലാവരും നിങ്ങൾ വളരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും ശ്രദ്ധയോടെ ഒരു കാഴ്ചപ്പാട് പിടിച്ചു നിർത്താൻ അറിയില്ല. നിർമ്മാണത്തിലുള്ള എന്തിനേയും പ്രതിരോധിക്കേണ്ടതില്ലാതെ, ഇടപെടലുകളില്ലാതെ പ്രവർത്തിക്കാൻ നിശബ്ദത നിങ്ങളെ അനുവദിക്കുന്നു. അദൃശ്യമായ സ്ഥിരതയാണ് അച്ചടക്കത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപങ്ങളിലൊന്ന്. ആരും ശ്രദ്ധിക്കാത്തപ്പോഴും ഉടനടി പ്രതിഫലമില്ലാത്തപ്പോഴും പുരോഗതി മന്ദഗതിയിലാണെന്ന് തോന്നുമ്പോഴും ആവശ്യമുള്ളത് ചെയ്തുകൊണ്ട് അല്പം മെച്ചപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും എത്തിച്ചേരുന്നു. ആ തരത്തിലുള്ള ജോലി സ്വഭാവം കെട്ടിപ്പടുക്കുന്നു. ബാഹ്യ ഉത്തേജനത്തെ ആശ്രയിക്കാതിരിക്കാൻ ഇത് നിങ്ങളെ പരിശീലിപ്പിക്കുന്നു. യഥാർത്ഥ വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ നിരാശയോടും വിരസതയോടും നിങ്ങൾ കൂടുതൽ പ്രതിരോധശേഷി നേടുന്നു. എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദനായിരിക്കണമെന്നും തിരഞ്ഞെടുക്കുന്നത് അവബോധത്തിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു വൈദഗ്ധ്യമാണ്. ഇത് സ്വയം അടയ്ക്കുന്നതിനെക്കുറിച്ചല്ല, തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. ഫലങ്ങൾ പങ്കിടാനും പ്രക്രിയകൾ സംരക്ഷിക്കാനും നിമിഷങ്ങളുണ്ട്. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്നറിയാൻ അർഹരായ ആളുകളുണ്ട്. അന്തിമ ഫലം മാത്രം കാണേണ്ട മറ്റുള്ളവരുമുണ്ട്. നിങ്ങൾ ആ തലങ്ങൾ കലർത്തുമ്പോൾ വ്യക്തതയും ഊർജവും നഷ്ടപ്പെടും. അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തപ്പോൾ പലർക്കും ഉത്കണ്ഠ തോന്നുന്നു. അവർക്ക് അദൃശ്യരായി, പിന്നിലാക്കപ്പെട്ടതായി, ശ്രദ്ധിക്കപ്പെടാത്തതായി തോന്നുന്നു. എന്നാൽ ആ ഉത്കണ്ഠ ക്രമീകരണത്തിന്റെ ഭാഗമാണ്. അംഗീകാരത്തിന്റെ ദ്രുത ഡോപ്പാമിനിൽ നിന്ന് മനസ്സ് വിഷമുക്തമാകുന്നതാണ്. ആ ഘട്ടത്തിലൂടെ വഴങ്ങാതെ നിങ്ങൾ കടന്നുപോകുകയാണെങ്കിൽ കൂടുതൽ ഉറച്ച എന്തോ ഒന്ന് ഉയർന്നുവരുന്നു. നിരീക്ഷിക്കപ്പെടുന്നതിനെ ആശ്രയിക്കാത്ത ഒരു പ്രചോദനം. നിശബ്ദതയിൽ പ്രവർത്തിക്കുന്നത് പുരോഗതി വ്യത്യസ്തമായി അളക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ബാഹ്യപ്രതികരണങ്ങൾ കൊണ്ട് നിങ്ങളിനി അത് അളക്കുന്നില്ല. ആന്തരിക സ്ഥിരത കൊണ്ടും ഇന്നലെയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ എത്രമാത്രം മുന്നേറി എന്നതിനാലും നിങ്ങളോട് തന്നെയുള്ള വാക്ക് എത്ര തവണ പാലിച്ചു എന്നതിനാലും ആരും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാത്തപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഗുണമേന്മ കൊണ്ടും നിങ്ങളതളക്കുന്നു. സ്വാതന്ത്ര്യം ആശ്വാസകരമല്ല, ദയയുള്ളതുമല്ല. അത് ഉത്തരവാദിത്വവും അവബോധവും ഒഴികഴിവുകളില്ലാതെ സ്വയം അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും ആവശ്യപ്പെടുന്നു. എന്നിട്ടും ഈ അസ്വസ്ഥത തന്നെയാണ് അർത്ഥമുള്ള ജീവിതത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. നാം സ്വതന്ത്രരാണോ എന്നതല്ല യഥാർത്ഥ പ്രശ്നം, മറിച്ച് നമ്മുടേതല്ലാത്ത ഐഡന്റിറ്റികളും അഭിലാഷങ്ങളും താളങ്ങളും സ്വീകരിക്കാൻ നമ്മെ നിരന്തരം തള്ളിവിടുന്ന ഒരു ലോകത്ത് നമ്മൾ എങ്ങനെ ആ സ്വാതന്ത്ര്യം ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. ഉത്തരം ഒരിക്കലും ലളിതമല്ല, എന്നാൽ ആന്തരികമായി അനുഭവപ്പെട്ടുകഴിഞ്ഞാൽ അതെല്ലായ്പ്പോഴും വ്യക്തമാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറുമ്പോൾ, നിങ്ങളുടെ ആന്തരിക അളവുകോൽ മാറുമ്പോൾ, വിജയവുമായുള്ള നിങ്ങളുടെ മുഴുവൻ ബന്ധവും രൂപാന്തരപ്പെടുന്നു. നിശബ്ദത ഒരു ബോധപൂർവമായ പരിശീലനമായി മാറുമ്പോൾ, അഭാവമല്ലാതാകുമ്പോൾ, നിങ്ങളുടെ ചലനങ്ങൾ ഉദ്ദേശം വഹിക്കാൻ തുടങ്ങുന്നു. അനാവശ്യ വിശദീകരണങ്ങളിലും താരതമ്യങ്ങളിലും നിങ്ങളുടെ ഊർജ്ജത്തെ ചിതറിക്കുന്നത് നിങ്ങൾ നിർത്തുന്നു. മറ്റുള്ളവരുമായി നിങ്ങൾ ഇനി സ്വയം അളക്കുന്നില്ല, കാരണം ഒടുവിൽ നിങ്ങൾ സ്വന്തം നിലവാരങ്ങളുമായി സ്വയം അളക്കുന്നു. ക്ഷമ സ്വാഭാവികമായി ഉയർന്നു വരുന്നു. ഈ ക്ഷമ നിങ്ങളെ മന്ദഗതിയിലാക്കുന്നില്ല, അത് നിങ്ങളെ സംസ്കരിക്കുന്നു. ഇത് നിങ്ങളുടെ ധാരണയെ മൂർച്ച കൂട്ടുകയും നിങ്ങൾ സ്വയം ന്യായീകരിക്കുന്നതിൽ മുഴുകിയിരുന്നപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നതും എന്നാൽ അദൃശ്യവുമായിരുന്ന സാധ്യതകൾ ശ്രദ്ധിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നു. ഈ ആന്തരിക ചലനം ലോകത്തിൽ നിന്ന് നിങ്ങളെ മായ്ക്കുന്നില്ല, അത് നിങ്ങളെ അതിനുള്ളിൽ നങ്കൂരമിടുന്നു. നിങ്ങൾ അപ്രത്യക്ഷനാകുന്നില്ല, നിങ്ങൾ നിലനിൽക്കുന്നു. നിങ്ങൾ ഒടുവിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഇനി പ്രതീക്ഷയോ അംഗീകാരത്തിനുള്ള ആഗ്രഹമോ കൊണ്ട് ഇന്ധനം നിറയ്ക്കുന്നില്ല. അവ ഉടലെടുക്കുന്നത് അനുഭവത്തിൽ നിന്നാണ്. ഇത് ഗണം പരീക്ഷിക്കപ്പെടുകയും ജീവിക്കുകയും ചെയ്ത ഫലങ്ങളിൽ നിന്നാണ്. ആ വ്യത്യാസം തെറ്റിദ്ധരിപ്പിക്കാനാവാത്തതാണ്. ആളുകൾ ലാഘവത്തോടെ സംസാരിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ അവർ വ്യത്യസ്തമായി ശ്രദ്ധിക്കുന്നു.
എന്നിട്ടും അവർ സംസാരിക്കുന്നത് അഭിലാഷത്തിൽ നിന്നല്ല, പദാർത്ഥത്തിൽ നിന്നാണ്. ഈ രീതിയിൽ ജീവിക്കുന്നതിന് പ്രതിദിന പ്രതിബദ്ധത ആവശ്യമാണ്. ശബ്ദത്തെയും അടിയന്തരതയെയും നിരന്തരമായ പ്രദർശനത്തെയും പ്രതിഫലം നൽകുന്ന ഒരു സംസ്കാരത്തിന് വിപരീതമായി പലപ്പോഴും വീണ്ടും വീണ്ടും പുതുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണിത്. അത്തരമൊരു ലോകത്ത് സംയമനം തിരഞ്ഞെടുക്കുന്നത് എളുപ്പമല്ല, പക്ഷേ അത് ആഴത്തിൽ വ്യാപിക്കുന്ന പ്രതിഫലങ്ങൾ നൽകുന്നു. വ്യക്തത ആശയക്കുഴപ്പത്തെ മാറ്റിസ്ഥാപിക്കാൻ തുടങ്ങുന്നു. ശ്രദ്ധ ചിതറിയ ശ്രമത്തെ മാറ്റിസ്ഥാപിക്കുന്നു. കുറച്ച് ആളുകൾ മാത്രം ശരിക്കും വളർത്തിയെടുക്കുന്ന ഒരു ആന്തരിക നിയന്ത്രണബോധം വികസിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ ആ ആന്തരിക സ്ഥിരത ആസ്വദിച്ചു കഴിഞ്ഞാൽ ക്ഷണികമായ സാധൂകരണത്തിനായി നിങ്ങളത് കൈമാറുകയില്ല. കാലക്രമേണ നിങ്ങൾ ഈ തത്വം മുറുകെ പിടിക്കുകയും അത് തകർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ചില ഫലങ്ങൾ സ്വാഭാവികമായി അനാവരണം ചെയ്യാൻ തുടങ്ങുന്നു. അവയ്ക്ക് നിർബന്ധമോ ത്വരിതപ്പെടുത്തലോ ആവശ്യപ്പെടലോ സാധ്യമല്ല. അവ പതുക്കെ എത്തുന്നതിനാൽ തന്നെ അവ നിലനിൽക്കുന്നു. അച്ചടക്കമുള്ള നിശബ്ദത സ്ഥിരമായ പ്രവർത്തനവുമായി ജോഡിയാകുമ്പോൾ ശക്തമായ എന്തോ രൂപപ്പെടുന്നു. വാക്കുകളെ ആശ്രയിക്കാത്ത ഒരു പ്രശസ്തി. ഈ പ്രശസ്തി നിശബ്ദമായി നീങ്ങുന്നു, പക്ഷേ അത് വളരെ ദൂരം സഞ്ചരിക്കുന്നു. ഏറ്റവും അർത്ഥവത്തായ അവസരങ്ങൾ സ്വയം പ്രമോഷനിൽ നിന്ന് വരുന്നത് വിരളമാണ്. അവ ഉയർന്നുവരുന്നത് നിരീക്ഷണത്തിൽ നിന്നാണ്. ആരും പ്രശംസിക്കാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സമ്മർദ്ദത്തിന് കീഴിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും ഫലങ്ങൾ പ്രക്ഷേപണം ചെയ്യാതെ എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും ആരെങ്കിലും ശ്രദ്ധിക്കുന്നു. വിശ്വാസം രൂപപ്പെടുന്നു. തങ്ങളുടെ വിജയങ്ങൾ പ്രഖ്യാപിക്കേണ്ടതില്ലാത്തവരാണ് പലപ്പോഴും അവ നിലനിർത്താൻ കഴിയുന്നവർ. വിശ്വാസം നിർമ്മിക്കപ്പെടുന്നത് വോളിയത്തിലൂടെയല്ല, യോജിപ്പിലൂടെയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുവേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ ആകർഷിക്കുന്ന ബഹുമാനം വേറിട്ട തരത്തിലുള്ളതാണ്. അത് ആഴം കുറഞ്ഞ പ്രശസ്തയല്ല, അത് വിശ്വാസ്യതയാണ്. നിരന്തരമായ പ്രഭാഷണത്താൽ മുങ്ങിപ്പോയ ഒരു ലോകത്ത് ഗൗരവം കാന്തികമായി മാറുന്നു. നിങ്ങൾ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളിനി അതിനെ പിന്തുടരുന്നില്ല എന്നതിനാലാണ്. യഥാർത്ഥ സമൃദ്ധി അതേ തത്വത്തോട് പ്രതികരിക്കുന്നു. അത് പൊങ്ങച്ചം കാണിക്കുന്നവരിലേക്കല്ല, സജ്ജമാക്കുന്നവരിലേക്കാണ് ആകർഷിക്കുന്നത്. അത് കുറുക്കുവഴികൾക്കല്ല, പ്രക്രിയയിലെ പ്രാവീണ്യത്തിന് പ്രതിഫലം നൽകുന്നു. പ്രദർശിപ്പിക്കുന്നതിന് പകരം യഥാർത്ഥ മൂല്യം കെട്ടിപ്പടുക്കാൻ നിശ്ശബ്ദത ഇടം സൃഷ്ടിക്കുന്നു. കാൾ യുങ് ഇത് വ്യക്തമായി വേർതിരിച്ചു. അഹങ്കാരവർദ്ധനവും ആത്മസമന്വയവും തമ്മിലുള്ള വ്യത്യാസമായി. യഥാർത്ഥ മൂല്യം നേരത്തെയോ വൈകിയോ അതിന്റെ പ്രതിഫലം കണ്ടെത്തുന്നു. ചിലപ്പോൾ ആ പ്രതിഫലം സാമ്പത്തിക സ്ഥിരതയായും, ചിലപ്പോൾ സമയസ്വാതന്ത്ര്യമായും, ചിലപ്പോൾ മനഃശാന്തിയായും, ചിലപ്പോൾ സ്വയംഭരണത്തിന്റെ നിശ്ശബ്ദ സംതൃപ്തിയായും എത്തുന്നു. എന്നാൽ അതെല്ലായ്പ്പോഴും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു രൂപത്തിലെത്തുന്നു. വഴിയിൽ മറ്റൊരു ഗുണം വികസിക്കുന്നു: തന്ത്രസമരമായ വിനയം. മൂല്യത്തെ കുറയ്ക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള വിനയമല്ല ഇത്. മറിച്ച് തങ്ങളുടെ മൂല്യം അറിയുന്നതിനാൽ അത് പ്രഖ്യാപിക്കേണ്ടതില്ലാത്ത ഒരാളുടെ വിനയമാണ്. ഈ വിനയം നിങ്ങളെ പഠിക്കാൻ നിലനിർത്തുന്നു. ഇത് നിങ്ങളെ ശ്രദ്ധാലുവായി നിലനിർത്തുകയും സ്തംഭനാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇനി കരഘോഷത്തെ ആശ്രയിക്കാത്തപ്പോൾ വിജയത്തിനു ശേഷവും വളർച്ച തുടരുന്നു. നിങ്ങളുടെ പ്രക്രിയയുടെ ഓരോ ചുവടും തുറന്നുകാട്ടാത്തതിലൂടെ നിങ്ങൾ അസൂയയ്ക്കും താരതമ്യത്തിനും വൈകാരിക ക്ഷീണത്തിനും കുറച്ചിരയാകുന്നു. നിങ്ങളുടെ മനസ്സ് ഭാരം കുറഞ്ഞതും നിങ്ങളുടെ ചിന്തകൾ വ്യക്തവും നിങ്ങളുടെ വിശ്രമം ആഴമേറിയതുമായി തീരുന്നു. ഒരു പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി ചോർന്നുപോയ ഊർജം ഫലങ്ങൾ നിലനിർത്തുന്നതിലേക്ക് തിരിച്ചുവിടുന്നു. കാലക്രമേണ ഈ ജീവിതരീതി അപൂർവമായ എന്തെങ്കിലും കെട്ടിപ്പടുക്കുന്നു: ആന്തരിക സ്ഥിരത. ബാഹ്യ സാഹചര്യങ്ങൾ മാറിയേക്കാം, പ്രതിസന്ധികൾ ഉയർന്നേക്കാം, ശബ്ദം തീവ്രമായേക്കാം. എന്നാൽ നിങ്ങൾ ദിശാബോധമുള്ളവരായി തുടരുന്നു. അംഗീകാരമില്ലാതെ എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നും ഉടനടി പ്രതിഫലമില്ലാതെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും പ്രക്രിയയോടെങ്ങനെ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നും നിങ്ങൾക്കറിയാം. ഈ അറിവ് നിങ്ങളിൽ നിന്ന് എടുത്തുകളയാൻ കഴിയാത്ത ഒരു നേട്ടമായി മാറുന്നു. നിങ്ങളൊടുവിൽ നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ പങ്കിടാൻ തിരഞ്ഞെടുക്കുമ്പോൾ സാധൂകരണം തേടാനല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഉദ്ദേശത്തിൽ നിന്നല്ല, ജീവിച്ച അനുഭവത്തിൽ നിന്ന് സംഭാവന ചെയ്യാനും പഠിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഈ വ്യത്യാസം ഉടനടി അനുഭവപ്പെടുന്നു. തങ്ങളുടെ പാത നിശബ്ദമായി നടന്നവരെ ആളുകൾ വ്യത്യസ്തമായി ശ്രദ്ധിക്കുന്നു. ഇത് ഒരു തരത്തിലുള്ള വിജയമാണ്. അത് പ്രദർശനത്തെ ആശ്രയിക്കുന്നില്ല, എന്നിട്ടും ശാശ്വതമായ ഒരു മുദ്ര പതിപ്പിക്കുന്നു. അതിന് പ്രതിരോധം ആവശ്യമില്ല, കാരണം അത് വസ്തുതകളാൽ പിന്തുണയ്ക്കപ്പെടുന്നു. ക്ഷമയോടെ കെട്ടിപ്പടുത്തതിനാൽ അത് എളുപ്പത്തിൽ തകരുന്നില്ല. പിന്നോട്ടു നോക്കുമ്പോൾ നിങ്ങൾ ശബ്ദത്തിനു മുകളിൽ നിശബ്ദത തിരഞ്ഞെടുത്ത ഓരോ തവണയും ആ സമയത്ത് തോന്നിയതിലും വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ നടക്കുകയായിരുന്നുവെന്ന് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. ഒടുവിൽ സമ്പൂർണ്ണ വ്യക്തതയുടെ ഒരു നിമിഷം വരുന്നു. നിങ്ങൾക്ക് ഇനിയൊന്നും തെളിയിക്കേണ്ടതില്ല എന്ന തിരിച്ചറിവ്.
അഭിലാഷം അപ്രത്യക്ഷമായതുകൊണ്ടല്ല, മറിച്ച് ബാഹ്യസാധൂകരണം ഇനി നിങ്ങളെ ഭരിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് ആന്തരിക വളർച്ച എത്തിയതുകൊണ്ടാണ്. ഇതാണ് യഥാർത്ഥ പരിവർത്തനം. അത് പുറമേ നിന്ന് ദൃശ്യമായേക്കില്ല, എന്നാൽ അത് ഉള്ളിലെല്ലാം പുനഃക്രമീകരിക്കുന്നു. തങ്ങളുടെ വിജയങ്ങൾ എണ്ണുന്നത് നിർത്തുന്നവർ അഹങ്കാരത്തിൽ നിന്നല്ല, ഐഡന്റിറ്റിയിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങുന്നു. ആകർഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് നിർത്തുകയും നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കരഘോഷത്തിനായി നീങ്ങുന്നത് നിർത്തുകയും ഉദ്ദേശത്തിനായി നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആളുകൾ ഈ ആന്തരിക സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം മാറുന്നു. അവരുടെ ഊർജ്ജത്തിന് ഭാരമുണ്ട്. അവരുടെ തീരുമാനങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതായിത്തീരുന്നു. അവരുടെ പാത ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും കൂടുതൽ വ്യക്തമാകുന്നു. ഈ ഘട്ടത്തിൽ നിശബ്ദത ഒരു തന്ത്രമായി നിലക്കുകയും ജീവിതരീതിയായി മാറുകയും ചെയ്യുന്നു. ഒളിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ നിശബ്ദനായിരിക്കുന്നത്. ഒന്നും തെളിയിക്കാനില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിശബ്ദനായിരിക്കുന്നത്. നിങ്ങൾക്ക് നേട്ടങ്ങളില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഉറക്കെ വിളിച്ചു പറയപ്പെടുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അച്ചടക്കം, സ്ഥിരത, കാഴ്ചപ്പാട്, മാനസിക ശക്തി എന്നിവ പ്രദർശിപ്പിക്കപ്പെടുന്നില്ല, അവ ഉൾക്കൊള്ളിക്കപ്പെടുന്നു. അരാജകത്വത്തിന് നടുവിൽ കേന്ദ്രീകൃതനായിരിക്കാനും അഹങ്കാരമില്ലാതെ വിജയിക്കാനും തകർച്ചയില്ലാതെ പരാജയത്തെ അഭിമുഖീകരിക്കാനും കഴിയുന്ന ഒരാളുടെ നിലപാടാണിത്. അവരുടെ മൂല്യം ദൈനംദിന ഫലങ്ങളുമായി ഏറ്റക്കുറച്ചിലുകൾ നടത്തുന്നില്ല, കാരണം അത് വർഷങ്ങളായി കെട്ടിപ്പടുത്ത സ്വഭാവത്തിൽ വേരൂന്നിയതാണ്. ആ സ്വഭാവം വാങ്ങാനോ അനുകരിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയില്ല. നിങ്ങൾ ഈ ചിന്താഗതി സ്വീകരിക്കുമ്പോൾ വിജയവുമായുള്ള നിങ്ങളുടെ ബന്ധം ശാശ്വതമായി മാറുന്നു. വിജയത്തെ പ്രഖ്യാപിക്കേണ്ട ഒന്നായി കാണുന്നത് നിർത്തുകയും അത് നിലനിർത്തേണ്ട ഒന്നായി കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. നിരന്തരമായ വിശദീകരണം ആവശ്യമുള്ള ഒരു വിജയം ദുർബലമാണെന്നും ഉറച്ച ശീലങ്ങളാൽ പിന്തുണക്കപ്പെടുന്ന ഒരു നിശബ്ദ വിജയം അപ്രതിരോധ്യമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. ആരും നിങ്ങൾക്കത് നൽകാത്തതിനാൽ ആർക്കും അത് നിങ്ങളിൽ നിന്ന് എടുത്തുകളയാനും കഴിയില്ല. നിങ്ങളുടെ പാരമ്പര്യവും മാറുന്നു. പൊങ്ങച്ചം കാണിക്കുന്നവർ അംഗീകാരത്തെ പിന്തുടരാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. നിശബ്ദതയിൽ പ്രവർത്തിക്കുന്നവർ പ്രക്രിയയിലുള്ള വിശ്വാസവും സമയത്തോടുള്ള ബഹുമാനവും നന്നായി ചെയ്ത ജോലിയോടുള്ള ബഹുമാനവും പഠിപ്പിക്കുന്നു. ഈ പാഠങ്ങൾ നിലനിൽക്കാൻ ശബ്ദം ആവശ്യമില്ല. അവ നിലനിൽക്കുന്നു, അവ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അവ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ അതിരാവിലെ ആരും കാണുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ത്യാഗങ്ങളെ ആരും പ്രശംസിക്കുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പുരോഗതി പ്രഖ്യാപിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് തുടരുന്നുവെന്ന് ആരും മനസ്സിലാക്കുന്നില്ലായിരിക്കാം. അത് അംഗീകാരയോഗ്യമാണ്, കാരണം നിങ്ങൾ ഒരു നിമിഷത്തിനായല്ല, ജീവിതകാലം മുഴുവനായാണ് നിർമ്മിക്കുന്നത്. നിങ്ങൾ സ്ഥിരതയും സ്വാതന്ത്ര്യവും ആരും നോക്കാത്തപ്പോൾ സത്യസന്ധതയോടെ പ്രവർത്തിച്ചു എന്നറിയുന്നതിൽ നിന്നുള്ള നിശബ്ദമായ സമാധാനവും കെട്ടിപ്പടുക്കുകയാണ്. ഇതാണ് അന്തിമ സത്യം. ഒരിക്കലും പറയാത്ത വിജയങ്ങളാണ് പലപ്പോഴും ഏറ്റവും വലിയ ഭാരം വഹിക്കുന്നത്. അവ നിങ്ങളെ ആന്തരികമായി പുനർരൂപകൽപ്പന ചെയ്യുന്നു, നിങ്ങളെ ശക്തരും വ്യക്തരും കൂടുതൽ സമ്പൂർണ്ണരുമാക്കുന്നു. അവയ്ക്ക് പ്രേക്ഷകരെ ആവശ്യമില്ല, കാരണം അവയുടെ സ്വാധീനം നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു, ലോകത്തിലൂടെ നീങ്ങുന്നു എന്നതിൽ ദിവസവും അനുഭവപ്പെടുന്നു. പ്രഖ്യാപിക്കുന്നത് നിർത്താനും ഏകീകരിക്കാൻ തുടങ്ങാനും നിങ്ങൾ ഇന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ശ്രദ്ധയും ശക്തിയും ആത്മാഭിമാനവും വീണ്ടെടുക്കുന്നു. ഒരിക്കൽ നേടിയെടുത്ത ആ ആത്മാഭിമാനം ഏതൊരു ക്ഷണികമായ കരഘോഷത്തെക്കാളും മറികടക്കുന്നു. മുന്നോട്ടു നടക്കുക, സ്ഥിരമായി പ്രവർത്തിക്കുക, ആവശ്യമെങ്കിൽ നിശബ്ദതയിൽ വളരുക. നിങ്ങളതെങ്ങനെ ചെയ്തുവെന്ന് ലോകം അത്ഭുതപ്പെടട്ടെ. ശരിയായ നിമിഷം വരുമ്പോൾ നിങ്ങൾ ഒന്നും വിശദീകരിക്കേണ്ടതില്ല. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്കായി സംസാരിക്കും.